ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്, വേറൊന്നും കൊണ്ടല്ല, ഒരു 2-3 ആഴ്ചയായിട്ട് എല്ലാവർക്കും മാറി മാറി ഫീവറായിരുന്നു, വൈറൽ ഫീവറായിരുന്നു. എല്ലാ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും പനി വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു 3 ആഴ്ച കൂടുതലായി, പക്ഷേ ഇത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് അസുഖമായിപ്പോയി. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്ത് ബാലരാമപുരം വെടിവെച്ചാങ്കോവിൽ എന്ന് പറയും. വെടിവെച്ചാങ്കോവിൽ വിലാസിനി എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു സ്ഥലത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ വെയിലത്താണ് ഇറങ്ങിയത്, ഇച്ചിരി ലേറ്റായി ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഐഷുവിന് തലയിൽ നല്ലപോലെ വെയിലടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരു തൊപ്പി നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഐഷു വച്ച് നോക്കിയിട്ട് ഐഷുവിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സെലക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഈ ഒരു തൊപ്പിയാണ് ഐഷുവിന് ഇഷ്ടപ്പെട്ടത്. കണ്ടോ, അത് വെച്ചപ്പോൾ തന്നെ ഒരു ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നാണ് അർത്ഥം. പിന്നെ അത് തന്നെയാണ് നമ്മൾ വാങ്ങിയതും. അപ്പോൾ തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിത് എത്തിയിട്ടുണ്ട്. ആ ബ്രൗൺ കളർ കാണുന്ന ആ ഒരു ഗേറ്റ്, അതാണ് വീട്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും സഹോദരിയാണ് താമസിക്കുന്നത്. ഇത് ചാഞ്ചു കുക്കു. അപ്പോൾ എല്ലാവരും തന്നെ വെളിയിൽ ഇറങ്ങി. പിന്നെ ഞാൻ അത് അവരുടെയൊന്നും അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഹസ്ബൻഡിന് വന്ന ഉടനെ തന്നെ ടെറസിന് മുകളിൽ കയറി പേരയ്ക്ക പറിക്കാനായിട്ട്. അവിടെ ഇഷ്ടംപോലെ പേരയ്ക്ക നിൽപ്പുണ്ട് കേട്ടോ, പഴുത്തത് കൊണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മ കഴിക്കാനായിട്ട് അപ്പവും പുട്ടും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ഇത് ബാക്ക് സൈഡിലെ വ്യൂ ആണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡിലൊരു കുളമുണ്ട്, അവിടുത്തെ വ്യൂ ആണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ പേരയ്ക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ജബ്ബു മിഠായി. ഇത് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഹാർഡാണ് കേട്ടോ, ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു മിഠായിയാണ്. ഇത് വായിലിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ പിന്നെ വായിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. ഐഷു വായിലിട്ടിട്ട് അവൾക്കത് കടിക്കാനും പറ്റുന്നില്ല. അവസാനം അവളത് തുപ്പി വെളിയിലേക്ക് എടുത്ത്. അത്രയ്ക്ക് ഹാർഡായിട്ടുള്ളൊരു മിഠായിയാണ് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായൊരു കോവയ്ക്ക കാണിക്കാമേ. ഇത് ഇത്രയും വലുതാവുന്ന ഒരു കോവയ്ക്കയാണ്, ഭയങ്കര വലുപ്പത്തിലുണ്ടാവുന്ന കോവയ്ക്കയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു തോരനും നല്ല പോലത്തെ ഉണ്ടാവും. അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇവിടുത്തെ കോവയ്ക്ക. ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ലഞ്ച് ഇതൊക്കെയാണ്: ചോറ്, നെത്തോലി മീനിൻ്റെ കറിയാണ്, പിന്നെ അമ്മ അവിടെ നിന്ന് തന്നെ മാളിൽ നിന്ന് പറിച്ചെടുത്ത കോവയ്ക്കയും ക്യാരറ്റും ഇട്ടിട്ട് ഒരു തോരൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ലഞ്ചാണ്. ഒഴിച്ചു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ആച്ചുവിനെ ഐശുവിനെ അവിടെ ആക്കിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം, വെടിവെച്ചാങ്കോവിൽ ശ്രീ ഭൂതമ്മൻ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബാലരാമപുരത്ത് ഒരു മേള പോലെ ഒന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആളൊക്കെ കുറവായിരുന്നു. പാത്രങ്ങൾ, ചെരുപ്പുകൾ, പിന്നെ എന്താ പറയുക, ഡ്രസ്സുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി സാധനങ്ങൾ, നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം
ഞാൻ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയില്ല. എനിക്ക് താല്പര്യമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്രോക്കറി അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ അതിൽ ഒരു 2 വാങ്ങിച്ചു. പിന്നെ ഒരു കത്തിയും വാങ്ങിച്ചു. അത്ര തന്നെയാണ് വാങ്ങിച്ചുള്ളൂ. ഇതൊക്കെ 100 രൂപയാണ് കേട്ടോ. ഈ ഫ്ലവർ വേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ 100 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ആളൊക്കെ കുറവായിരുന്നു. ആളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ മേള ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം എന്തോ ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് എല്ലാം കഴിഞ്ഞു പോയി. ഇനി ബാക്കിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ചവിട്ടികൾ, ടവലുകൾ, അങ്ങനെ എല്ലാം ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈ ഭരണികൾക്കൊക്കെ 80 രൂപ 70 രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളൂ കേട്ടോ. ചെറുതാണ് പക്ഷേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കിയ സാധനങ്ങൾ. ഇത് വന്നിട്ട് വെറും 80 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഭരണി ഒരെണ്ണവും പിന്നെ ഇതാ ഞാനിപ്പോൾ എടുക്കുന്നില്ല ഇതുമാണ് വാങ്ങിച്ചത്. അടുത്തിരുന്ന ഭരണിയും ഇതും ഇതാ 2 ഞാൻ വാങ്ങിച്ചത്. അത് 50 രൂപ വീതമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചെറുതായിട്ട് ഉപ്പോ പിന്നെ അങ്ങനെയൊക്കെ വയ്ക്കാം. ഇതൊക്കെ വളരെ വിലക്കുറവാണ്. 60 രൂപയാണിത് ഇതിൻ്റെ വില. ഞാൻ പിന്നെ വേറൊന്നും വാങ്ങിയില്ല. ഒരു കത്തി വാങ്ങിച്ചു കേട്ടോ. വീട്ടിൽ കത്തി ഇല്ലാതിരിക്കായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ 90 രൂപയായിരുന്നു കത്തി. നല്ല ഷാർപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചു. ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.